ഗുഡ് മോർണിംഗ് ഓൾ. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഹ്യൂമൻ സൈക്കോളജി ഫാക്ട്സിനെ കുറിച്ച് അറിഞ്ഞാലോ? ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു 6 കാര്യങ്ങളാണ്. ഓക്കെ, ഫസ്റ്റ് വൺ കൺഫർമേഷൻ ബയാസ്, സെക്കൻഡ് വൺ ദി പവർ ഓഫ് സ്മൈൽ, തേർഡ് വൺ ലോസ് അവേർഷൻ, ഫോർത്ത് വൺ ദി ബാഡർ മെയിൻ ഓഫ് ഫിനോമിനൻ, ഫിഫ്ത്ത് ദി പവർ ഓഫ് ടച്ച്, സിക്സ്ത് ദി സിയോഗാർണിക് എഫക്റ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ ദി കൺഫർമേഷൻ ബയാസ്. നമ്മളെല്ലാവരും കുറേ ഇൻഫർമേഷൻസ് നമ്മൾ ഗ്യാദർ ചെയ്യാറുണ്ട് ത്രൂ സോഷ്യൽ മീഡിയാസ് ഓർ ന്യൂസ് പേപ്പർ ഓർ എനി മീഡിയാസ്. ഓക്കെ, നമ്മളിതെങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? കൂടുതലും നമ്മൾ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് നമ്മുടെ ബിലീഫ് സിസ്റ്റവുമായിട്ട് പൊരുത്തപ്പെടുന്ന കാര്യങ്ങളായിരിക്കും. ഓർ നമ്മുടെ ബിലീഫ് സിസ്റ്റവുമായിട്ട് പൊരുത്തപ്പെടാത്ത കാര്യങ്ങളാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് ഓട്ടോമാറ്റിക്കലി ഇഗ്നോർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും ഈ ബിലീഫ് സിസ്റ്റമായിട്ടുള്ളൊരു കണക്ഷനിലൂടെയാണ് ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ. ദെൻ സെക്കൻഡ് വൺ ദി പവർ ഓഫ് സ്മൈൽ. നമ്മൾ ചിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ അറിയാതെ തന്നെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ പലവിധ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചിരിക്കുമ്പോൾ എസ്പെഷ്യലി ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും ബ്രെയിനിൽ. അതിൻ്റെ പേരാണ് എൻഡോർഫിൻ. ഓക്കെ, തേർഡ് വൺ ലോസ് അവേർഷൻ. നമ്മൾ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ മൈൻഡിലേക്ക് മോസ്റ്റ് പ്രോബബ്ലി കൂടുതൽ ആളുകൾക്കും ആദ്യം അതിൻ്റെ ലോസ്, അതായത് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ലോസ് സംഭവിക്കുക എന്നുള്ള കാര്യമായിരിക്കും ഫസ്റ്റ് ട്രിഗർ ചെയ്യുക. സെക്കൻഡ് ആയിരിക്കും ഇത് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. കാരണം നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുക ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ലോസ് ഉണ്ടാവും എന്നുള്ളതാണ്. അത് ഒരു ഹ്യൂമൻ സൈക്കോളജിയാണ്. ഓക്കെ, ഫോർത്ത് വൺ ദി ബാഡർ മെയിൻ ഓഫ് ഫിനോമിനൻ എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഒരു പുതിയൊരു സാധനം, ഒരു വീട് വെക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുകയാണെന്ന് വിചാരിക്കുക. പിന്നെ നമ്മൾ ഈ കാണുന്നതും വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുന്നതും നമ്മൾ എന്താണോ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സാധനമായിരിക്കും. ഇപ്പോൾ നമ്മളൊരു വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ വീടുകളായിരിക്കും റോഡിലൊക്കെ കാണുന്നത്. ഇനിയിപ്പോൾ വല്ല ടി വിയിലാണെങ്കിലും ഒരു ഫിലിം കാണുകയാണെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. അതിനർത്ഥം നമുക്ക് ചുറ്റും പുതിയ വീടുകളോ അല്ലെങ്കിൽ പുതിയ വാഹനമോ ഉണ്ടെന്നല്ല, നമ്മുടെ ബ്രെയിൻ കൂടുതൽ അതിനെ അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. ഓക്കെ, ഫിഫ്ത്ത് വൺ ദി പവർ ഓഫ് ടച്ച്. നമ്മുടെ ഒരു ഫ്രണ്ടിനെ ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് ഹഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറെ നമ്മുടെ കൈ പിടിക്കുന്നു എന്നൊക്കെ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പോഴും ഈ പറഞ്ഞ പോലെ ദി പവർ ഓഫ് സ്മൈലിംഗ് പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഈ ഹാപ്പി ഹോർമോൺസിൻ്റെ പേരാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, സിക്സ് ദി സിയോഗാർണിക് എഫക്റ്റ്. എന്താണ് സിയോഗാർണിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ, പക്ഷേ അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ആ ഡേ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴായിരിക്കും പക്ഷേ ഈ ഒരു സൊല്യൂഷൻ കാണാത്ത പ്രോബ്ലം നമ്മുടെ ബ്രെയിനിൽ എപ്പോഴും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിനൊരു സൊല്യൂഷൻ കാണുമ്പോഴായിരിക്കും നമ്മുടെ ബ്രെയിൻ കാമാവുന്നത്. എല്ലാവർക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.